ഉമ്മയാണോ ഭാര്യയാണോ കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത്? ഇസ്ലാമിക വിധി ഒന്ന് വിവരിക്കാമോ? എന്ത് സംശയമില്ലാതെ നമുക്ക് പറയാം, ഉമ്മയോടാണ് കടമ. അതിപ്പോൾ നമുക്ക് പെങ്ങളുണ്ടെങ്കിലും ഭാര്യ ഉണ്ടെങ്കിലും മക്കളുണ്ടെങ്കിലും ഒക്കെ എന്ത് ചെയ്യും, ഉമ്മയുടെ പ്രാധാന്യം ഒരിക്കലും കുറയണില്ല എന്നുള്ളതാണ്. അതിൽ പേര് വന്ന ചില ആളുകൾ തെളിവ് പിടിക്കുന്നത് ഈ ഇൻഫാക്കിന്റെ കാര്യത്തിലാണ്, ചെലവഴിക്കണേ. അത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എന്ത് ചെയ്യാണ്, ഇപ്പോൾ ഒരു 3 ആൾക്കുള്ള ഭക്ഷണം അല്ലെങ്കിൽ ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യാണ്, ഭാര്യയ്ക്ക് കൊടുക്കുക എന്നുള്ളത് ഒരു ചെലവഴിക്കേണ്ട കാര്യത്തിൽ മാത്രമാണ് പറഞ്ഞത്. ബാക്കി എന്ത് കാര്യം എടുത്താലും അവിടെ ഉമ്മക്ക് തന്നെ പ്രാധാന്യം. അപ്പൊ ഈ ഉമ്മക്ക് പ്രാധാന്യമില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതുകൊണ്ട് ഭാര്യയെ അവഗണിച്ചുകൂടെ എന്നൊരു ചോദ്യം അവിടെ ഉണ്ടാവാൻ പാടില്ല. അവിടെയാണ് നമ്മൾ പറയുന്ന കാര്യം. ഇത് ഭാര്യയോട് പറയുന്നത് എനിക്ക് ഉമ്മനോടല്ലേ കടമ, ഉമ്മനോടല്ലേ കടമ. ഉമ്മയുടെ കടമ എന്ന് പറയുന്നത് ഇവരുടെ കടമകളെ നിരാകരിക്കാനുള്ള കാര്യമായിക്കൂടാ. ഒരു ഭാര്യ എന്ന നിലക്ക് ഭാര്യക്ക് കിട്ടേണ്ടത് എല്ലാം കുലിദി ഹക്കിൻ ഹക്കോ, ഓരോരുത്തർക്കും എന്ത് അവകാശമുണ്ട് അത് കൊടുക്കണം. ഒരാൾക്കൊരു അവകാശമുണ്ടെങ്കിൽ മറ്റൊരാളുടെ അവകാശം നഷ്ടപ്പെടുന്നില്ല. എല്ലാവർക്കും ഭാര്യക്ക് കൊടുക്കണം. അതായത് ഒരു വാപ്പൻ്റെ അടുക്കൽ നിന്ന് ഒരു പെൺകുട്ടിയെ ഭാര്യയായി സ്വീകരിക്കുമ്പോൾ എന്താണ്, അവളുടെ പൂർണ്ണ സംരക്ഷണമാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. അവളത് സംരക്ഷിക്കപ്പെടുക തന്നെ വേണം. അവൾക്ക് സമാധാനമായി ഉറങ്ങാൻ പറ്റണം, അവൾക്ക് ആവശ്യത്തിന് ഭക്ഷണം കിട്ടണം, വസ്ത്രം കിട്ടണം, ഒരു ഭർത്താവിൻ്റെ അടുക്കത്തിന് സഹവാസം കിട്ടണം. ഇതൊക്കെ എനിക്ക് ഉമ്മ ഉണ്ട് കാരണങ്ങാട്ട് ഒഴിവാക്കാൻ പറ്റിയ കാര്യങ്ങളല്ല. എന്നാൽ അതോടൊപ്പം എന്ത് ചെയ്യണം, ഉമ്മയുടെ പ്രാധാന്യം ആ പ്രാധാന്യത്തോടുകൂടെ കാണുകയും വേണം. അങ്ങനെ പറയാൻ പറ്റും.